ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അച്ചുകുട്ടനും ധ്യാനൂട്ടനും കുറേ കമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അച്ചുകുട്ടൻ ഇങ്ങനെ കുറേ കമ്പും കോലും ഒക്കെ മതി കേട്ടോ കളിക്കാനായിട്ട്. വേറെ കളിപ്പാട്ടം വേണമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അച്ചുവിന് അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും ഒരുപാട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ധ്യാനാണ് ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അച്ചു ഉണ്ടായപ്പോഴത്തേക്ക് ഇളയതങ്ങൾക്ക് കൂടുതൽ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയങ്ങ് കളിപ്പാട്ടങ്ങളൊന്നും അവനങ്ങനെ എടുത്തിട്ടുമില്ല, ഉപയോഗിച്ചിട്ടില്ല. ആ പുള്ളിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കമ്പ് കോല ഒക്കെ ഓടിച്ച് വിറക്കി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് പണിയും കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അച്ചുവിൻ്റെ ഓരോ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവരുടെ ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെ മഴയൊന്നുമുള്ളൊരു കാലാവസ്ഥയല്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്തിട്ട് ഇന്നൊരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു ദിവസം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ താമസിച്ചാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും. പിന്നെ വേറെ കാര്യമുണ്ട്, അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പറായ ജസീല സമദിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ജസീല. പലപ്പോഴും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മറന്നു പോകും. അതുകൊണ്ട് ആദ്യം മുൻകൂട്ടി തന്നെ അതൊക്കെ പറഞ്ഞേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജസീല. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവലാണ് നനയ്ക്കാൻ പോണത്. അവൽ നനയ്ക്കണ വലിയ കാര്യമായിട്ട് പറയാനൊന്നും എടുക്കാനൊന്നുമില്ല. എല്ലാവർക്കും മലയാളിയാണോ അവൽ നനയ്ക്കാൻ അറിയാത്തവരായിട്ട് ഉണ്ടാവുകയില്ല അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് ഏലക്കയും ജീരകവും ഒക്കെ ചതച്ചിട്ട് ചേർക്കും ടേസ്റ്റിന്. എൻ്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഉള്ള താല്പര്യമില്ല. ഇവിടെ മക്കൾക്ക് ഏലക്കയും ജീരകമൊന്നും ഇട്ട് ശീലിപ്പിച്ചിട്ടില്ല. ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവലാണ് നനയ്ക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് അച്ചുകുട്ടനും ധ്യാനൂട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനിയിപ്പോൾ തുണി അലക്കാൻ, ഒരു കുന്ന് തുണി അലക്കാൻ, കല്ലിൽ അലക്കാനുണ്ട്. അത് അലക്കണം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ തുണിയൊക്കെ രാവിലെ തന്നെ ഉണങ്ങാനുള്ളതൊക്കെ അത്യാവശ്യം ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങാൻ വിരിച്ചേക്കണം, അതൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ കുളിക്കണം. പിന്നെ എന്താ പറയണേ, ഇന്നൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ തയ്ക്കണ ഫ്രോക്ക് നൈറ്റിയില്ലേ, ആ ഫ്രോക്ക് നൈറ്റി ഞാൻ തയ്ക്കണ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചു. പിന്നെ നമുക്കറിയാമല്ലോ, വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ തുണിയൊക്കെ മടക്കിയൊന്നും എടുത്തില്ല, അങ്ങ് എടുത്തുകൊണ്ട് ഇടുക ചെയ്തത്. പിന്നെ രാത്രി മടക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് തുണി അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പോയി അലക്കുവാണ്. അപ്പോൾ അച്ചുകുട്ടനും ധ്യാനൂട്ടൻ ചായ കൊടുത്ത് ഞാനും ചായ കുടിച്ചിട്ടാണ് കേട്ടോ തുണി അലക്കാൻ ഇറങ്ങിയത്. അച്ചുകുട്ടനും ധ്യാനൂട്ടൻ അവിടെ ചായ കുടിക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമുക്കങ്ങനെ പതുക്കെ ഇരുന്ന് കുടിക്കാൻ സമയത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അച്ചുകുട്ടൻ പിന്നെയും പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോരോ സംശയങ്ങളും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അച്ചുകുട്ടൻ അതിനിടയ്ക്ക് അവിടെ നിന്ന് ഓരോന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചീന നന്നായിട്ട് വളർന്നു പോയി, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുത്ത് ലാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ ചീനി വളർന്ന കാരണം നമ്മൾ എന്നാ പറയണ, വീഡിയോയ്ക്കകത്ത് ചീനി മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അങ്ങനെ കുളിയും അലക്കും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണ്. അടുക്കളയിൽ വന്നപ്പോൾ അച്ചുകുട്ടന് ക്യാരറ്റ് ജ്യൂസ് വേണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണോ കഴിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇച്ചിരി ക്യാരറ്റ് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് അങ്ങ് അരിച്ചെടുക്കുകയോ ചെയ്തു കേട്ടോ. നല്ല സംഭവം നല്ലതാണ് ഇതൊന്നും കഴിക്കുന്നത്, നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് സ്ഥിരം അവിടെ തന്നെ കണ്ണിൻ്റെ പേഷ്യൻസിനോട് പറയണതാണ് ക്യാരറ്റ് ജ്യൂസ് ഒന്നും കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആവാനും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ ഇത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാമമൊക്കെ ചൊല്ലി. പിന്നെ നാമം ചൊല്ലണതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ ചോറിനാനാണ്. ഇന്നിപ്പോൾ ചെമ്മീനും മാങ്ങയും പയറുതോരനുമായിരുന്നു ചോറിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തുണി മടക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അച്ചുകുട്ടനാണ് വീഡിയോ എടുത്ത് തന്നത്. അച്ചുകുട്ടൻ എടുക്കുമ്പം എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും അച്ചുകുട്ടൻ എടുത്ത് തന്നു. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അച്ചുകുട്ടൻ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യണ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. തുണിയൊക്കെ മടക്കി വെച്ച് തരും. ചില ദിവസം നല്ല സ്വഭാവമാണെങ്കിലുണ്ടല്ലോ, ഈ തുണി മുഴുവൻ ഇങ്ങനെ മടക്കി വെക്കും. അത്ര നന്നായിട്ട് ക്ലിയറാക്കിയാൽ മടക്കുമെന്ന് അത്രയൊന്നും ആയില്ലല്ലോ. പക്ഷെ അവനെക്കൊണ്ട് പറ്റുന്നവണക്ക് അവൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചുരിദാർ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ചിങ് കാണിക്കാമെന്ന്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇനി കാണിക്കാൻ പോണത് കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുണി 4ആയിട്ട് മടക്കണം. 4ആയിട്ട് മടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 ഇഞ്ച് നീളത്തിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് അത് വീണ്ടും ഒന്നുകൂടെ മടക്കണം. അപ്പോൾ അടിയിലേക്ക് കുറച്ച് പീസ് നമുക്ക് ബാലൻസ് വരും കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കോള് വന്നിട്ട് വീഡിയോ കട്ടായി പോയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഫോൺ എയറോപ്ലെയിൻ മോഡിൽ ഒക്കെ ആക്കിയിട്ടിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഇതുപോലെ 40 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 40 ഇഞ്ച് എടുത്തതിന് ശേഷം അത് അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ മടക്കുവാണ്. ഇവിടെ മുതലാണ് വീഡിയോ കട്ടായത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ ഞാനത് മടക്കി കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തുണി വരിക. അപ്പോൾ അത് നമ്മൾ ആദ്യം 2ആയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം മുകളിൽ നിന്ന് ഒരു 40 ഇഞ്ച് നീളത്തിൽ നമ്മൾ താഴേക്ക് ഇതുപോലെ മടക്കുവാണ്. അപ്പോൾ ഒരു 40 ഇഞ്ച് നീളത്തിൽ മടക്കിയതായിട്ട് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ ബാലൻസ് ഇവിടെ ബാക്കി കുറച്ച് തുണി വരും. അപ്പോൾ ആ ഒരു തുണി ആണ് നമ്മൾ ഫ്രില്ലിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വ്യക്തമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 40 ഇഞ്ച് മടക്കിയിട്ട് ബാക്കിയുള്ള തുണി നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബാക്കി വരുന്ന തുണി എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഫ്രില്ലിൻ്റെ ലെങ്ത് വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യണത്. ഇനി ഫ്രില്ലിൻ്റെ ലെങ്ത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഈ 40 എന്നുള്ളത് ഇച്ചിരി ഇറക്കം കുറച്ചെടുക്കാം. 35 30 ഒക്കെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്രില്ലിൻ്റെ ഇറക്കം കൂടുതൽ വരും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്രില്ലിൻ്റെ ഇറക്കം കൂടി വന്നേക്കാളും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഒരു മീഡിയത്തിൽ ഫ്രില്ല് വരുന്നതാണ്. അപ്പോൾ ഇനി ഈ ഭാഗത്ത് അതായത് ഇതിലാണ് നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുഴി നെക്കും എല്ലാം അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കട്ടായിപ്പോയത് വീഡിയോ. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് തുണി മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം ഫോൾഡും നേരെ ഓപ്പോസിറ്റ് ഭാഗം ഓപ്പണും മുകളും ഫോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രില്ലിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഭാഗം. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെക്കും എല്ലാം അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാൻ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ടില്ലേ, ആ റൗണ്ട്, അതായത് ഇപ്പോൾ എൻ്റെ 32 ആണ് വന്നതെങ്കിൽ 32 + 4 ഇഞ്ച് കൂട്ടിയിട്ട് 32 + 4 36. 36നെ 6ൽ1, അതായത് 6 6 36. ആ 6ആണ് നമ്മൾ ഷോൾഡറായിട്ട് എടുക്കുന്നത്. ഷോൾഡർ എടുക്കാൻ അറിയില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതലെടുക്കും. അതായത് 6ൽ1 എന്ന് പറയുമ്പോൾ 6 ആയിരുന്നു വന്നത്. 32 + 4 36. അതിൻ്റെ 6ൽ1 6. അപ്പോൾ 6 6 36. അതിൻ്റെ കൂടെ 1/2 കൂടെ കൂട്ടി 6.5 ഇഞ്ചിലാണ് നമ്മൾ ആം ഹോൾ അളക്കുന്നത്. പിന്നെ ചെസ്റ്റാണ്. ചെസ്റ്റ് + 4/4, അതായത് 32 + 4 36/4. അപ്പോൾ 9 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടു. പിന്നെ ഇവിടെ കോണിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു വളവ് കണ്ടു. അവിടെ നിന്ന് ആം ഹോൾ റൗണ്ട് ചെയ്തു. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കകലാണ്. നെക്കകലം ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണുണ്ട്. വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. വ്യക്തമായില്ലെങ്കിൽ കമൻറ്റ് വന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടുള്ള വീഡിയോ എടുക്കലാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ആം ഹോള് അഥവാ കൈക്കുഴി എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി കാണുക. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇത്തിരി കുഴിച്ചു വെട്ടാനായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു പോയിന്റിൽ കൂടി നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ചു വെട്ടാനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും വിശദമായിട്ട് പറയണത് തീരെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അറിയില്ലാത്തവർ വരെ നമ്മളിത് പഠിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. പിന്നെ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് 1 ആണ്. നമ്മൾ ബ്രസ്റ്റ് ഭാഗം കഴിഞ്ഞിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ അവിടുത്തെ റൗണ്ട് എടുക്കുക. അത് +4 സെയിം മെത്തേഡ് തന്നെയാണ്. പ്ലസ് തയ്യൽ തുമ്പ്, അതായത് 28 ആണ്. 28 + 4 32. 32ൻ്റെ 4l എന്ന് പറയുമ്പം 8 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക. അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഇടുക. അതുപോലെ തന്നെ നമ്മൾ വയറിൻ്റെ അവിടുത്തെ, അതായത് നമ്മുടെ ആ ഒരു പുക്കളൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗത്തെ റൗണ്ട് എടുക്കുക. അല്ലെങ്കിൽ സ്വിറ്റ് വരുന്ന ഭാഗത്തെ റൗണ്ട് എടുക്കുക. അതും ഇതുപോലെ തന്നെ സെയിം എടുക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പ് 1 8 + 8 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്, അതും കൂടി ഇട്ടു കേട്ടോ. പിന്നെ അടുത്ത വയറിൻ്റെ 1 ആണ്.
അത് ഇത്തിരി ക്യാമറയൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. അപ്പോൾ വേറൊന്നുമല്ല, വയറിൻ്റെ അവിടുത്തെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 19.5 അത് മുകളിൽ നിന്നൊരു 19 ഇഞ്ച് അടയാളപ്പെടുത്തുക. തയ്ച്ച് വരുമ്പോൾ ഒരു 18 വരും കേട്ടോ. അതായത് നമ്മുടെ സ്ലിറ്റ് എത്രയാണോ വേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഭാഗത്തെ ഇറക്കവും വണ്ണവും. അപ്പോൾ അവിടുത്തെ വണ്ണത്തിൻ്റെ കൂടെ വീണ്ടും 4 ഇഞ്ച് കൂട്ടുക. 4 ഇഞ്ച് കൂട്ടിയിട്ട് ഇത് ഹരിക്കുക, തയ്യൽ തുമ്പിടുക. പിന്നെ ഒരുപാട് വയറുള്ള ആൾക്കാരാണ് അവിടെ വെച്ച് ലൂസായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 ഇഞ്ച് കൂട്ടുന്നിടത്ത് 6 ഇഞ്ച് വരെ കൂട്ടി കൊടുക്കുക. ഇപ്പം എനിക്ക് ഇത്തിരി വയറുള്ളത് കൊണ്ട് ഞാൻ അവിടെ 6 ഇഞ്ചാണ് കൂട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 36 വന്നത് എങ്കിൽ 36 + 4 40. അപ്പോൾ 40/4 + 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ ആ പോയിന്റുകളെല്ലാം ഒന്ന് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു വരയിൽ കൂടി വരുന്ന ഭാഗത്തോടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത് കേട്ടോ. ഇനി തുണിയൊക്കെ നന്നായിട്ടൊന്ന് വിടർത്തി ഇട്ടതിന് ശേഷം നമ്മൾ അടിഭാഗം ആണ് നോക്കണത്. അപ്പോൾ മേശയ്ക്ക് നീളം കുറവായിരുന്നു, ഞാൻ ആ ഭാഗം ഒന്ന് മടക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തില്ല, അതായത് വയറുവണ്ണം, ആ അടയാളപ്പെടുത്തി ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്കാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. താഴെ ഈ മൂല വരെ വരച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂല വരെ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അടി നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ ഇങ്ങനെ അടിഭാഗം വിരിവില്ല എങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടത്തില്ല ഉടുപ്പിന്. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി വീഡിയോ എടുത്ത കാരണം. ഒരു 3 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡ് തൂങ്ങി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ 2 ഇഞ്ചൊക്കെ ഇടുന്നവരുണ്ട്. എനിക്ക് പക്ഷേ 3 ഇഞ്ച് ഇട്ടപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ 2 ഇഞ്ചൊക്കെ ഇട്ടപ്പം സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു 3 ഇഞ്ച് ഇടുവാണെങ്കിൽ കറക്റ്റാണ്. എന്നിട്ട് ആ അതിൽ നിന്ന് നമുക്കത് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കുക അടിവശത്തേക്ക്. അപ്പോൾ ഇനി ഈ ഒരു വരച്ചേക്കണ ഈ ഒരു പോയിന്റിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തുണിയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഈ പീസ് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആം ഹോള്, ഫ്രണ്ടിലെ ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമ്മൾ ബാക്കിലെ കൈക്കുഴിയുടെ അവിടെ നിന്ന് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു 1/2 ഇഞ്ച് ഇതാ ഇതുപോലെ വരച്ചെടുക്കുക. 1/2 ഇഞ്ച് ഇട്ടിട്ട് കേട്ടോ, തയ്യൽ തുമ്പാണത്. എന്നിട്ട് അതിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതൊരു 9.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. ആ 9 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക, അതായത് ഒരു 8.5 ഇഞ്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്ലീവ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. ആ 8.5 ഇഞ്ച് ഇപ്പോൾ ഇത് കൈയുടെ ഇറക്കാണ് അടയാളപ്പെടുത്തുന്നത്. കൈയുടെ ഇറക്കം എനിക്ക് 6 അപ്പോൾ 6 + 1 7 ഇഞ്ച്. അടിവശം തേരായതുകൊണ്ടാണ് 1 ഇഞ്ച് കൂട്ടിയത്. ആദ്യം ആം ഹോൾ എടുത്ത ആ ഒരളവ് 8.5 ഇഞ്ച് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ കൈയിറക്കം എടുത്ത ഭാഗം ഫോൾഡാണ്, ഈ വശം ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നിന്നും നമ്മളൊരു ആദ്യം ഒരു 7 ഇഞ്ച് കണ്ടിട്ട് അവിടെ നിന്ന് ഒരു 3 ഇഞ്ചിലും ഒരു 3.5 ഇഞ്ചിലും നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ ആ കോണിൽ നിന്ന് 3 ഇഞ്ചിലേക്ക്, ആ 3 ഇഞ്ച് കണ്ട പോയിന്റിലേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഈ സ്ട്രെയിറ്റ് ലൈനിന് വ്യക്തത കുറവുണ്ടെന്ന് ഓർത്ത് ഞാൻ ക്യാമറ ഒന്ന് മാറ്റി വയ്ക്കാൻ പോയതാണ്. അപ്പോൾ അതായത് 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. പിന്നെ ആ 7 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് 8.5 അടയാളപ്പെടുത്തി. ആ 8.5യിൽ നിന്ന് താഴേക്ക് നമ്മൾ 3 ഇഞ്ചും 3.5 ഇഞ്ചും പോയിൻ്റ് കാണുക. അപ്പോൾ ഇവിടെ ഓക്കെ ആണോന്ന് അറിയാം. 7 ഇഞ്ച് ഒന്നുകൂടി ഒന്ന് പിടിച്ച് നോക്കണതാണ് കേട്ടോ, ഈ 7 ഇഞ്ച് തന്നെ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ 3.5 ഇഞ്ചിലും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. അപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാച്ചിട്ട്, ആ വര മാച്ചിട്ട് നമ്മൾ ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ ആ ഒരു 7 ഇഞ്ച് പോയിന്റിൽ നിന്ന് 3, 3.5 അടയാളപ്പെടുത്തി. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓവറായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ എനിക്കറിയില്ല. വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് വിവരിക്കുന്നത്. ഓവറാണെങ്കിൽ പറയണം കേട്ടോ, നമുക്കതിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ 1/2 ഇഞ്ച് താഴെയുണ്ട്, അത് ഓർക്കണം. ഇനി അതിൻ്റെ നേർ പകുതി കാണുക. സെൻറ്റർ കണ്ടു. പിന്നെ ആ സെൻറ്റർ വരെയുള്ള അതിൻ്റെ വീണ്ടും സെൻറ്റർ കാണുക. പിന്നെ ആ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ളതിൻ്റെ വീണ്ടും ഒരു സെൻറ്റർ കാണുക. ഈ ഒരു 3 പോയിൻ്റ് കാണുക.
അപ്പോൾ ആദ്യം കണ്ട സെൻറ്ററിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചും അടയാളപ്പെടുത്തുക. പറയണേക്കാളും കൂടുതൽ കാണുമ്പോൾ വ്യക്തമാവുന്നു തോന്നുന്നു. എന്നിട്ട് ആ പോയിന്റിൽ കൂടി നമ്മൾ ആദ്യം കണ്ട സെൻറ്ററിൻ്റെ ആ പോയിന്റിൽ കൂടി വന്ന് ഇങ്ങനെ സ്ലീവ് വരയ്ക്കുക. പിന്നെ അടിയിലെ കൈയുടെ വണ്ണാണ്, അത് ഞാനൊരു 6+1 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 10 റൗണ്ട് വരുന്നത്. 10+1 അതിൻ്റെ ബാക്കി പകുതി കണ്ടിട്ട് പ്ലസ് തയ്യൽ തുമ്പും കൂടെ കേട്ടോ. അപ്പോൾ അതും വരച്ചു. അപ്പോൾ ഇതാണ് സ്ലീവ്. ഇനിയും വ്യക്തമായില്ലെങ്കിൽ സ്ലീവിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഇടാം, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 2.5 ഇഞ്ച് കഴുത്തകലം ഇട്ടു. അപ്പോൾ ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് താഴ്ചയിലും 2.5 ഇഞ്ച് കഴുത്തകലത്തിലുമാണ് നമ്മൾ ഒരു സ്ക്വയർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ക്വയറിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. റൗണ്ട് നെക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് പോയിന്റ് കാണുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ കൂടി റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യണത് എൻ്റെ ഒരത്തേലായിപ്പോയി. അപ്പോൾ നമ്മുടെ നെക്ക് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പീസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ക്യാൻവാസിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ, തുണി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഫ്രില്ല് വെട്ടിയെടുക്കാം. ഫ്രില്ലിനുള്ള തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുണിയെ 2ആയിട്ട് മടക്കിയിടുക. 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കിട്ടുന്ന നീളത്തിനെ 4ആയിട്ട് ഭാഗിക്കുക. 4ആയിട്ട് ഭാഗിച്ച് ഞാൻ വരച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ അതിൽ കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അതായത് തുണി നമ്മൾ 2 or 4 ആയിട്ട് നീളപ്പാട് മടക്കുക. അതിനുശേഷം ആ നീളം കിട്ടുന്ന തുണീനെ 4ആയിട്ട് വിഭജിക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 8 പോയിൻ്റ് സംതിങ് ആണ് ഒരു പീസ് വരുന്നത് കേട്ടോ. ആ പീസിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. നമ്മൾ ആ തുണി 2ആയിട്ട് മടക്കിയിട്ടാലും 4ആയിട്ട് മടക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് 4ആയിട്ട് മടക്കിയിടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നീളപ്പാട് ഇടുക. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ നെക്കിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പീസ് നമുക്കിതാ ഇതുപോലെ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതായത് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെക്കിനായിട്ട് ഒരു 2.5 ഇഞ്ച് അകലത്തിലും 6 ഇഞ്ച് താഴ്ചയിലും നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ വന്നം എങ്കിൽ 6 ഇഞ്ച് നമ്മൾ നെക്ക് ഇറക്കം അടയാളപ്പെടുത്തണം കേട്ടോ. ആ കഴുത്തകലം എന്ന് പറയുന്നത് 2.5 ഇഞ്ച്. അപ്പോൾ നമ്മളതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുവാണ്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ കൂടി വരച്ച് അടിയിലൊരു ആലിലയുടെ പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൈകൊണ്ട് ജസ്റ്റ് അങ്ങ് വരച്ചാൽ മതി. അടിവശം ഇച്ചിരി ഒന്ന് ഇറങ്ങിയിരിക്കണം. കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ഇച്ചിരി എനിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് ഞാനാണെങ്കിൽ ക്യാൻവാസ് ഇച്ചിരി ലഭിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വീതിയൊക്കെ 2 ഇഞ്ച് എന്നുള്ള 1.5 ഇഞ്ചൊക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. പിന്നെ അടിവശത്ത് നമ്മൾ ഇതുപോലെ ഒരു വി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 4 ഇഞ്ച് അകലെ ഇട്ടാൽ മതി. എന്നിട്ട് വി ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. അതായത് റൗണ്ട് വന്നിട്ട് സെൻറ്ററിൽ ഒരു വി പോലെയാണ് ഇതിൻ്റെ വരുന്നത്. ഞാനതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അതായത് ഈ സൈഡിൽ നിന്ന് നമ്മളൊരു താഴേക്കൊരു 1/2 ഇഞ്ചും അകലം ഒരു 1/4 ഇഞ്ചും രീതിയിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യണമെന്ന് വെച്ചില്ല, ആ തുണിയിലേക്ക് ഞാനാണെങ്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിതാ ഇങ്ങനെ അരിയിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി വെച്ച് അതിൻ്റെ ആ ഒരു അതേ ഷേപ്പിൽ തന്നെ മടക്കി വെച്ചിട്ട് അതിൻ്റെ അരിയിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇനി ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കട്ട് പീസ് തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ നെക്കിൻ്റെ അതേ അളവിൽ നമുക്ക് റൗണ്ട് ചെയ്ത് സെയിം മെത്തേഡിൽ തന്നെ വരച്ചെടുത്തിട്ട് 1 ഇഞ്ച് അകലത്തിൽ നമുക്കത് ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ക്രോസ് പീസ് ഇങ്ങനെ തുണി കട്ട് ചെയ്യാനില്ല എങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ തുണി ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിനൊക്കെ അടയാളപ്പെടുത്തിയ അതേ മെത്തേഡിൽ തന്നെ കഴുത്ത് അടയാളപ്പെടുത്തിയിട്ട്
പുറത്തേക്ക് ഒരു ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസിൽ നിന്നാണ് പുറകിലേക്കുള്ള വള്ളി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 2 ഇഞ്ചിൽ ഞാൻ ആദ്യം അടയാളപ്പെടുത്തി. അപ്പോൾ അതിന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അത് 1.25 പിന്നെ അത് ഒരു 1.5 ഇഞ്ചിലേക്കാക്കി. അങ്ങനെ താഴേക്ക് പോകുന്തോറും നമ്മളിതിൻ്റെ വീതി കുറച്ച് കൊണ്ടുവരിക. സാധാരണ വള്ളി അങ്ങനെയാണല്ലോ വരിക. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വള്ളി ആയിട്ടോ. അപ്പോൾ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലേ നമുക്ക് ഈ ഒരു നെക്ക് അരിക അടിച്ചിട്ട് വരാം. ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഇതുപോലെ തുണി മടക്കി വെച്ച് കൊടുത്ത് അരിയിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വശം ഇങ്ങനെ വരും. ചീത്ത വശത്താണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. ചുരിദാറിന് തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒരു കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിയിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചീത്ത വശം എടുക്കുക. ചീത്ത വശത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കറക്റ്റ് പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതായി സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വര ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രീതിയിൽ നമ്മുടെ നെക്ക് മാറിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ അരികത്തോട് ഈ ഒരു ഭാഗത്തോടി ഇങ്ങനെ വന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് ക്യാൻവാസിലേക്ക് പേപ്പറിലേക്ക് കയറുകയും ചെയ്യരുത്. തുണിയിൽ കറക്റ്റ് അരികത്ത് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ സെൻറ്റർ വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കട്ട് ഒരിക്കലും നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിലേക്ക് കയറരുത്. അങ്ങനെ ആകുമ്പോൾ നെക്ക് ഫിനിഷിങ് കിട്ടിയല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഈ ഒരു വളവ് വരുന്ന ഭാഗം സെൻറ്റർ ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ആ വളവ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിലേക്ക് ഒരിക്കലും കട്ടിങ് ചെല്ലാണ്ട് വേണം കട്ട് ചെയ്യാൻ ആയിട്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രണ്ട് വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കോണും എല്ലാം കറക്റ്റായിട്ട് വിടർത്തി തന്നെ എടുക്കണം കേട്ടോ. സ്റ്റിപ്പ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നെക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ തുണി നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ച് വെച്ചിട്ട് നമുക്ക് അരികത്തോടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഈ ഒരു തുമ്പ് ഇച്ചിരി മുകളിലേക്ക് കയറ്റി വെക്കണ ഒരു പൈപ്പിംഗ് പോലെ ഇരിക്കും കേട്ടോ. ഇതുപോലെ ഇതിലേക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിവശത്ത് ഒരു ലേസാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ലേസ് എടുത്ത് നമുക്കത് ഇതുപോലെ അടിയിൽ കൂടി ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ച് വരണം. ഇങ്ങനെ ഷേപ്പിന് നമ്മുടെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ലേസ് വെച്ച് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം അരികത്തോടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ചും ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് കഴുത്തിൻ്റെ നമ്മൾ ആദ്യം അരികെ കൂടെ അടിച്ചതിൻ്റെ പിന്നെ ആ പ്രസറിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു. പിന്നെ നമ്മുടെ ലേസ് വെച്ചും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് എടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ ബാക്കിൻ്റെ നമ്മൾ ആദ്യം ചെയ്തോണക്ക് തന്നെ വര ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് ഇതുപോലെ സെൻറ്റർ നോക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ല വശത്തുനിന്നാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അകത്തേക്ക് അടിച്ച് മറിക്കാനുള്ളതാണ്. അപ്പം നല്ലത് വശത്തുനിന്ന് വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം റൗണ്ടായിട്ട്. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തോണക്ക് തന്നെ കഴുത്തിൻ്റെ കട്ടിങ് വരുന്ന യു പോലെ വരുന്ന ഭാഗങ്ങളിൽ മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നല്ല വശവും തമ്മിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ചാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് ഇതിട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബാക്കിനൊക്കെ അടിക്കാൻ പോവാണ്. ബാക്കിനൊക്കെ അടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിടുക. അതിന് ശേഷം നമ്മൾ ഈ തുണി ഇതുപോലെ അകത്തേക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക.
മടക്കി വെച്ചിട്ട് അരികത്തോട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികത്തോടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചീത്തവശം മറിച്ചെടുത്തിട്ട് ആ ഒരു വശത്ത് നിന്ന് നമ്മൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമുക്ക് എങ്ങനെയാണ് മടക്കുമ്പോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീതിയിൽ സെയിം അളവായിരിക്കണം. ശരിക്കും ചുറ്റും നോക്കിയാൽ മതി. അങ്ങനെ ഇങ്ങനെ മടക്കി 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 ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ആ മടക്കി വരുന്ന ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എനിക്ക് ക്യാമറ വ്യക്തമാവണില്ല, വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണിതൊക്കെ. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. തയ്യൽ അറിയാവുന്നവർക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവ് നമ്മൾ അടിവശം തേരായതുകൊണ്ട് 1/2 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി. ഇപ്പോൾ തേരല്ല എങ്കിൽ നമ്മളിത് 2 മടക്ക് മടക്കണം. ഇത് ഒറ്റ ട്രിപ്പ് മടക്കിയാൽ മതി. അപ്പോൾ 1 ഇഞ്ച് മടക്കിയിട്ട് 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അരികത്തോടെ ചുരിദാറിന് അടിക്കണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കും കേട്ടോ. എങ്കിലാണ് കൈക്ക് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ് ഇടാനുള്ള സംഭവമാണ്. അപ്പോൾ അതിന് ഫ്രില്ല് ഇടാനുള്ള സംഭവമാണ്. അപ്പോൾ അത് എല്ലാം കൂടി ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കുക. ഇത് നമ്മൾ 4 പീസായിട്ടല്ലേ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കുക. അതിനുശേഷം അടിവശം 2 മടക്ക് മടക്കുക. അത് മാക്സിമം കനം, അതായത് വീതി കുറച്ച് മടക്കണം കേട്ടോ. മാക്സിമം നമ്മൾ തുണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഇറക്കം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഫ്രില്ലിട്ട് കൊടുക്കുക. അതായത് ഒരറ്റത്തു നിന്ന് തുടങ്ങി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് വരണം. ചെറിയ ഫ്രില്ല് ഇട്ടാൽ മതി കേട്ടോ. ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്ലീവ് ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറിന് ഫ്രില്ലും ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലീറ്റാണ് എടുത്തേക്കണത്. കണ്ടില്ല, ആദ്യം അടിഭാഗം മടക്കി അടിച്ചു, അതിന് ശേഷം ഫ്രില്ലിട്ടു. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ മെയിൻ പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ടോപ്പിൻ്റെ അടിവശത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം, ഒരു 1/2 ഇഞ്ചിൽ. അതിനുശേഷം ആ ഒരു സ്റ്റിച്ച് കൊടുത്ത് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു പതിച്ച ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണതാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡൊന്ന് കൂട്ടിയാൽ മതി. സൈഡും കൂട്ടി സ്ലീവും പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പോൾ സൈഡെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത്. വേണമെങ്കിൽ അത് ഒന്നുകൂടി അളന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അളന്നിട്ടാണ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ അളക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സൈഡ് 1 ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ അടുത്ത സ്ലീവിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ ചീത്തവശവും കൊണ്ട് ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു വശത്ത് മാത്രം ഒരല്പം കുഴിച്ച് വെട്ടണം. അപ്പോൾ കുഴിച്ച് വെട്ടുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ആ കുഴി വരുന്ന ഭാഗം മാത്രം ഒരിച്ചിരി കുഴിച്ച് വെട്ടിയാൽ മതി കേട്ടോ. അതൊരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു ഏകദേശം ഒരു 1/2 ഇഞ്ച് വരാൻ പാകത്തിനാണ് കുഴിച്ച് വെട്ടണത് കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് എന്ന് പറയണത്. ഇനി നമുക്ക് ജോയിൻ ചെയ്ത പീസിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വശത്തു നിന്നും സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന്, അതായത് ഷോൾഡറിൽ നിന്ന് 2 വശത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ അടിക്കണം കേട്ടോ. ഒരിക്കലും ഒരു വശം നോക്കി അടിക്കരുത്. ഇങ്ങനെ 2 വശത്തേക്കെന്നുള്ള രീതിയിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടത്തില്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പടിയല്ല നമ്മുടെ വള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമേ സ്റ്റിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് പറയാൻ വിട്ടുപോയത്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിൽ നിന്ന് ഒരു 15 ഇഞ്ച് താഴെ ഇറക്കത്തിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഉള്ളിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തുനിന്ന് അതായത് ചീത്ത വശത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പം നല്ല വശത്തുനിന്ന് ഉള്ളിൽ കൂടി ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് അരികൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് മറിച്ചെടുക്കണം. അത്രയും കൂടി ചെയ്യണം.
അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഒരു ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല, ഇതിന് നല്ല അത്യാവശ്യം പണിയുള്ള ഒരു സംഭവമാണ്. ഈ ഫ്രില്ലിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മെനക്കായിട്ടുള്ള പണിയാണ്. മെഷീനും കൂടെ കൊള്ളിയാണെങ്കിൽ പണി പാളും. അപ്പോൾ എൻ്റെ മെഷീനിൻ്റെ പ്രശ്നമാണ് കേട്ടോ. നല്ല മെഷീനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പണി തീരും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്